എയറിൽ കയറ്റാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും നമ്മൾ മലയാളികളുടെ ശക്തിയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഒരു വൈറൽ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി. അതെ, നമ്മൾ മലയാളികൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ഏറ്റെടുത്ത് അതിൽ പ്രമുഖരും അല്ലാത്തവരും എല്ലാവരും ഉണ്ടായിരുന്നു. അഞ്ജലി മേനോൻ, ബെന്നി നായർ അടക്കമുള്ളവർ ഇതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇടിയപ്പം, മട്ടൺ സ്റ്റൂ, നൂലപ്പം, ആട്ടിറച്ചി, കേരളൻ, അങ്ങനെ പോണ കമന്റ് വിറ്റാണ് മൊത്തം. ഇതാണ് റാമൻ. വെറും റാമൻ അല്ല, കേരളൻ റാമൻ. അതെന്താ കേരള എന്ന് പറയാതെ കേരളൻ എന്ന് വിളിക്കുന്നതെന്നല്ലേ? നമുക്ക് കാര്യത്തിലേക്ക് വരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൊറിയക്കാരനോ ജപ്പാൻകാരനോ ഒരു വെറൈറ്റി റാമൻ ഉണ്ടാക്കി. എന്നിട്ട് ആ വീഡിയോ അയാൾ ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കി പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ കണ്ടാൽ ഏതോ ഒരു മലയാളിയുടെ തല ഇതിന്റെ പുറകിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അയാൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന മട്ടൺ സ്റ്റൂ ഒക്കെ ചേർത്താണ് ആ റാമൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്ത എല്ലാ മലയാളികൾക്കും വേണ്ടിയും നമുക്കിതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ? ശരിക്കുള്ള ടേസ്റ്റ് അറിയാലോ? നമുക്കപ്പോൾ ആദ്യം കുറച്ച് മല്ലിയില എടുക്കാം. പിന്നെ മസാല ഐറ്റംസ് എന്തൊക്കെ മസാല വേണമെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കശുവണ്ടിപ്പരിപ്പും കുറച്ചുണക്കമുന്തിരി, പിന്നെ നമ്മുടെ സ്വന്തം ദേശീയ പാനീയം തേങ്ങാപ്പാൽ. ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മട്ടൺ സ്റ്റൂവിലേക്ക് കൂടുതൽ മലയാളി തനിമ വരാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടതാണ് മെയിൻ ഐറ്റം, സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ആട്ടിറച്ചി. ഈ കർക്കിടക മാസത്തിൽ ഇത്തിരി മട്ടൺ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഈ റാമനിൽ ഇതിങ്ങ് ഒതുക്കണേണ്. പിന്നെ ഈ ആട്ടിറച്ചി അധികം മേടിക്കാത്തതുകൊണ്ട് തന്നെ ഏത് ഭാഗമാണ് കൂടുതൽ നല്ലതെന്നൊന്നും അറിയില്ല. അപ്പോൾ അടുത്തതായി നമുക്ക് കുക്കറിലേക്ക് സ്വർണ്ണത്തേക്കാൾ വിലയുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. സൂക്ഷിച്ചൊക്കെ ഒഴിച്ചില്ലെങ്കിൽ പുറകിൽ നിന്ന് ഭാര്യ അമ്മയെ അലറുന്ന ശബ്ദം കേൾക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി മൂക്കുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള മൂക്കണമെന്നില്ല, നമ്മൾ അതിൻ്റെ മുകളിലേക്ക് തന്നെയാണ് വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നമ്മൾ ഒരുപാട് തവണ റാമൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ റാമൻ കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ അത്യാവശ്യം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക്, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ച മണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണതാണ്. ഏകദേശം പച്ച മണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആട്ടിറച്ചി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ആ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. കരളിൻ്റെ ഒരു പീസൊക്കെ കയ്യിൽ കിടക്കുന്നുണ്ടല്ലോ. അതിന് അത്യാവശ്യം നന്നായിട്ട് മസാല പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കാൻ പോകാം കേട്ടോ. ഇനി ഗ്യാസിൽ വെച്ച് വിസിലൊക്കെ വന്നതിന് ശേഷം നമുക്കിത് എടുക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് ന്യൂഡിൽസ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചത് നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ന്യൂഡിൽസാണ്. നമ്മൾ യിപ്പി, മാഗി അതുപോലുള്ള ന്യൂഡിൽസ് വെച്ച് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. പ്ലെയിൻ ന്യൂഡിൽസ് ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഈ ന്യൂഡിൽസ് ഇങ്ങനെ വെന്ത് വരുന്നതാണ് നല്ല രസമല്ലേ? പിന്നെ ഇത് ഓവറായിട്ട് വെന്ത് പോവാതെ നോക്കണം. കറക്റ്റ് വേവൊക്കെ ആകുമ്പോൾ നല്ല ഹോളുള്ള പാത്രത്തിലിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ അതേ സാധനം ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളം അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം നല്ല ചൂയായും റബ്ബറിയായും കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. മാത്രമല്ല ഈ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ വെന്തു പോകാതെയും ഇരിക്കും. അപ്പോൾ നമ്മൾ ന്യൂഡിൽസ് ഊറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ആട്ടിറച്ചി അപ്പുറത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. കേരള തനിമയുള്ള റാമൻ ഉണ്ടാക്കുന്നതുകൊണ്ട് കേരള തനിമയുള്ള ചട്ടിയാണ് ഉത്തമം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടുപ്പിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ചട്ടിയിലേക്ക് ഇടുമ്പോഴുള്ള ഒരു സ്മെല്ലടിക്കും. അടിപൊളി. ഇത് ചോറും കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ പൊളിക്കും. അങ്ങനെ നമ്മുടെ കറിക്ക് ഏകദേശം ഒരു തിളയൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ രണ്ടാം പാല് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണേണ്. സാധാരണ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റൊക്കെ ഇടുമല്ലോ. പക്ഷേ ഈ സ്റ്റൂവിൽ ആവിധ ആർഭാടങ്ങളൊന്നും ആ പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല. അങ്ങനെ അതും തിളച്ചു വരുന്നുണ്ട്. ഇനി വൈകേണ്ട ഒന്നാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മട്ടൺ സ്റ്റൂ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കശുവണ്ടിയും മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തെടുക്കണം. പരിപാടി എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഒരു ബൗളിലേക്ക് നമ്മളെല്ലാം മാറ്റാൻ പോവാണ്. ആദ്യം കുറച്ച് ന്യൂഡിൽസ് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം മട്ടൺ സ്റ്റൂ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി കാഷ്യൂ മുന്തിരിയും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണേണ്. ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് മല്ലിയില വെക്കാൻ പറഞ്ഞിട്ട് കുറച്ച് കൂടിപ്പോയി. ഇനിയാണ് ഇതിലെ കൊതിപ്പിക്കുന്ന പാർട്ട്. ആദ്യം നമ്മൾ കഷ്ണം ഇട്ടില്ലേ, ഇനി അതിൻ്റെ തിക്ക് ഗ്രേവി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്തായാലും ഇതൊരു കിഡിലൻ തീ ഐറ്റമാണ്. കാരണം ഇടിയപ്പം ഉണ്ടാക്കുന്ന പണിയില്ല പ്ലെയിൻ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ. ഇനി ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം. അതിനാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയത്. കമന്റിൽ ആളുകൾ പറഞ്ഞ പോലെ മട്ടൺ സ്റ്റൂ, ഇടിയപ്പം ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ്. ഇതിനെ ഒരു വെറൈറ്റി ഡിഷായിട്ട് മാത്രം കാണുക എന്ന് മാത്രമല്ല, ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ അഭിപ്രായം കൂടി പറയുക.
ഇടിയപ്പത്തിന്റെ അച്ചക്ക് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്നേ. അത് കൂടാതെ കേരള റാമൻ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കൂടി ചെയ്യുക. നിങ്ങളുടെ നറൂട്ടോ ആരാധകനും റാമൻ ആരാധകനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. ഇതുപോലുള്ള കിഡിലൻ ഐറ്റവുമായി ഞങ്ങൾ ഇനിയും വരും. അതുവരെ ബൈ ബൈ. കണ്ടതേ അവളെ ആർത്തിമൊത്ത് വിഴുങ്ങി. ഇപ്പൊ അവളെ കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നാനെ.